നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്താണ് അഡ്വൈസ് വരുന്നത്, റിലേഷൻഷിപ്പ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഓവറോൾ ഇത് കളക്റ്റീവ് എനർജി തന്നെയാണ് നോക്കുന്നത്. എല്ലാവർക്കും ഒരു സിംഗിൾ പൈൽ റീഡിംഗ് അല്ല. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് ആൻഡ് ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ പറയുന്നത്? ഓക്കെ, 2 of Wands-ന്റെ എനർജിയാണ്. ഡെത്ത്. ഓക്കെ, 5 Wands. Two of Wands, Death, 5 of Wands. Emperor and okay, 9 of Cups. Okay, ഇവിടെ ടവറും ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ 10 of Cups. ഓക്കെ, Queen of Pentacles. ഇന്നലത്തെ റീഡിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, ഇന്നലത്തെയോ ഒന്ന് രാവിലത്തെയോ അല്ല, ഐ തിങ്ക് ഇന്നലത്തെ റീഡിങ് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഇതിൽ ഇവിടെയും ഇന്ന് ആ ഒരു ഫീലിംഗ് കൂടുതൽ വരുന്നുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടുന്ന പോലെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മൾ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്ത് വേണമെങ്കിൽ അഡ്വൈസ് ആയിട്ട് എടുക്കാമെന്ന്. മേ ബി അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഞാനത് മനസ്സിൽ ചോദിച്ചതല്ല, പക്ഷേ ആ സിറ്റുവേഷൻ തന്നെ വീണ്ടും വന്നിട്ടുണ്ട് ഇവിടെ എനിക്ക്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഓക്കെ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഡെത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ കാണുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഒരു ഫൈറ്റ് നടക്കുക എന്ന രീതിക്ക് തന്നെയാണ് അവിടെ വളരെ ക്ലിയർ ആയിട്ട് ആ പിക്ചർ നമുക്ക് അറിയുന്നുണ്ട് അല്ലേ. ഒരാൾ നിന്ന് സാഹചര്യങ്ങളെ ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ്, മറ്റുള്ളവരെ ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ്. എല്ലാത്തിനെയും അവർക്ക് എന്തൊക്കെയോ നേരിടേണ്ടി വരുന്ന പോലെയാണ്. അപ്പം നിങ്ങളുടെ പേഴ്സണിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് പലതും നേരിടേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ. ഓക്കെ, അവരുടെ ലൈഫിലെ കാര്യങ്ങളായിരിക്കാം, ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം. ആ രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ജീവിതത്തിലാണ്. പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എംപറർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇവിടെ കിങ് ഓഫ് സോർഡ്സും ഉണ്ട്. സോ ഓക്കെ, ഇത് ലേഡീസ്, നിങ്ങൾ ലേഡീസ് വാച്ച് ചെയ്യുന്നവർക്ക് യെസ് നിങ്ങൾക്കിത് കറക്റ്റ് ആവും. ജെൻസ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ലേഡീസ് ആയിട്ട് നിങ്ങൾ എടുക്കാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ലേഡി ആയിരിക്കുമല്ലോ, ആ രീതിക്ക് എടുത്തോളൂ. ഓക്കെ, അപ്പം ക്വീൻ ഓഫ് സോർഡ്സ് അല്ലെങ്കിൽ ആ രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. സോ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ മേ ബി അവർ മാരീഡ് ആയിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ആവണമെന്നില്ല, നിർബന്ധമില്ല. ഓക്കെ, കുറേ പേർക്കെങ്കിലും, പക്ഷേ മെജോറിറ്റി ഇവിടെ എനിക്ക് തോന്നുന്ന എക്സ്ട്രാ മാരിറ്റലാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ലൈക്ക് അവർ മാരീഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട്. അവർ കമ്മിറ്റഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ മാരേജ് ചെയ്യാൻ തീരുമാനിച്ച് കാണാം. ഈവൻ ഫാമിലിയുടെ നിർബന്ധം കൊണ്ടായിരിക്കാം, എങ്ങനെയോ ആയിക്കോട്ടെ. ഓക്കെ, മേ ബി അത് അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും, ഓൾറെഡി മാരീഡും ആവാം. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉള്ള സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു ബന്ധമുണ്ടായത്, അങ്ങനെയാവാം. ഓക്കെ, ഇവിടെ എന്തായാലും ഇപ്പം അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതിപ്പോൾ ആ തേർഡ് പാർട്ടിയോ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയോ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ സിറ്റുവേഷൻസ് ആയിരിക്കും, ജോലി, കരിയർ, എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ യെസ് അങ്ങനത്തെ പല കാര്യങ്ങളും അവർ പെട്ട് നിൽക്കുന്നതായിട്ടാണ്. പെട്ട് നിൽക്കല്ല, ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ അവർ. ഓക്കെ, ഡെത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഇത് ആക്ച്വലി. പക്ഷേ ഇത് നടക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ്. ഓക്കെ, ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണ് അവരുടെ ജീവിതത്തിൽ. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ഇവരെ തീരുമാനം എടുക്കൽ, ഡിസിഷൻ എടുക്കൽ നമ്മളിവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാൻ അവരെ മനസ്സിൽ അവർ ആഗ്രഹിച്ചിട്ടുണ്ട്, എനിക്കൊരു തീരുമാനം എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നവർ പ്രാർത്ഥിച്ചു കാണും. ഓക്കെ, ആൻഡ് അതിനുള്ള വഴികളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അതായത് ഇതുവരെ ചൂസ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളെയാണോ വേണ്ടത് അവരുടെ ലൈഫിൽ, അല്ലെങ്കിൽ അവരുടെ പോട്ടെ നിങ്ങളെ എന്ന് പറയുന്നില്ല. ഓക്കെ, അവരുടെ സന്തോഷം ഏതിലാണ്? ലൈക്ക് നിങ്ങളുടെ അടുത്താണോ, വേറെ ആരുടെ അടുത്തെങ്കിലും ആണോ, ഐ മീൻ അവരുടെ ഫാമിലിയിലാണോ, അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും, എന്ത് തന്നെയായാലും. ഓക്കെ, അങ്ങനെ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ മേ ബി
റൈറ്റ് ആൻഡ് റോങ്ങിൻ്റെ ഇടയിൽ ഓക്കെ ഏതാണ് ശരി ഏതാ തെറ്റ് എന്നൊക്കെ അവർക്ക് തീരുമാനിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ അവർ ആ ഒരു മനസ്സിൽ നമ്മൾ ഇങ്ങനെ കിടക്കില്ലേ, കൺഫ്യൂഷൻ ഉണ്ട്, എനിക്ക് എന്താ തീരുമാനിക്കേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് ആലോചിക്കില്ലേ. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ഒരു സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഐ തിങ്ക് അവർ യൂണിവേഴ്സായിട്ട് അവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ജീവിതത്തിൽ അവർക്ക് ചില ലെസൺസ് കൊടുക്കുകയാണെന്നാണ്. 13 നമ്മളിവിടെ നമ്പർ കർമ്മ എന്ന് പറയും. കർമ്മ എന്ന് മാത്രമല്ല ഡെത്തിൻ്റെ കാർഡ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. ഡെത്ത് ഒരിക്കലും മരണം എന്ന് വിളിക്കാൻ പറ്റില്ല, ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ എന്ന രീതിക്കേ പറ്റുള്ളൂ. ഐ മീൻ ഇവിടെ നമ്മൾ അങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്, ബിക്കോസ് ഇവിടെ ബാക്കി പോസിറ്റീവ് ഉണ്ട് ഇവിടെ നമുക്ക്. സോ ഡെത്ത് ഒരു റീബർത്ത് എന്ന രീതിക്കാണ്. ഓക്കെ, ആ ഡെത്ത് പക്ഷെ ഈ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ, ട്രാൻസ്ഫോർമേഷൻ പേഴ്സണിൽ നടക്കണമെങ്കിൽ ഓക്കെ അവർ ചില കാര്യങ്ങൾ ഗോ ത്രൂ ചെയ്യണം. ഓക്കെ, അവർക്കെല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കാണുന്നത്. അവർ ഫാമിലിയുമായിട്ട് ഫൈറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിൻ്റെയൊക്കെ പേരിൽ അവർ പല ആഗ്രഹങ്ങളും അവർ ആഗ്രഹിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല. അവർ വിചാരിച്ചത് മേ ബി അവർ ലൈഫിൽ ഇപ്പോൾ സപ്പോസ് അവർ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുത്തു, അച്ഛനമ്മയ്ക്കായാലും ശരി, അവരുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുത്തു, അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞത് കേട്ട് എന്തെങ്കിലും ചെയ്തു, നിങ്ങളെ സൈഡിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി തന്നില്ല, ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അവർ വിചാരിച്ചത് അവരുടെ ലൈഫിലോ വളരെ സന്തോഷമായിരിക്കും എന്ന രീതിക്കായിരുന്നു അവർ ചിന്തിച്ചത്. ഓക്കെ, പക്ഷെ അതിലെന്ന് എല്ലാം ഇപ്പോൾ ടവറാണ് കാണുന്നത്. ടവർ കാർഡ് എന്ന് പറയുമ്പോൾ മേജർ, അഗൈൻ ഇത് 2 കാർഡും നമുക്കിവിടെ മേജർ ചേഞ്ചസ് ആണ് പറയുന്നത്. അവരുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ അറിയണം എന്നില്ല, ഓക്കെ, നിങ്ങൾ അറിയണം എന്നില്ല, അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം എന്നില്ല, ഓക്കെ, ബട്ട് ഐ തിങ്ക് അവർ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് അവരുടെ മനസ്സിൽ നടക്കുന്നുണ്ടാവും. അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും അവർ തിരിച്ചറിയുന്നുണ്ട് പല കാര്യങ്ങളും. ഓക്കെ, ചിലപ്പോൾ നമ്മൾ കാണുന്ന തരത്തിലുള്ള ചേഞ്ചസ് ആവണമെന്നില്ല, മനസ്സിൻ്റെ ഉള്ളിലുള്ള വരുന്ന ചേഞ്ചസ് ആയിരിക്കാം. അവരുടെ മനസ്സിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഞാൻ പറയുന്നത്. അതായത് അവരെ മനസ്സിൽ പല കാര്യങ്ങളും അവർ തിരിച്ചറിയാം. ഓക്കെ, ഇവിടെ അവർക്കെല്ലാം അവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഐ തിങ്ക് അവർ ഒരുപാട് സന്തോഷം കണ്ടെത്തിയിരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. മേ ബി പണത്തിനായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയുടെ സൊസൈറ്റിയുടെ മുമ്പിലുള്ള അവരുടെ ആ ഒരു പ്രതിച്ഛായ ഉണ്ടല്ലോ. ഓക്കെ, എംപറർ എന്ന ലെവലിൽ പറയുമ്പോൾ നമ്മൾ പറയും മറ്റുള്ളവരെ മുമ്പിൽ റെസ്പെക്ട് ചെയ്യപ്പെടുക, മറ്റുള്ളവരെ പോലെ ഏനോ സൊസൈറ്റിയുടെ മുമ്പിലൊക്കെ വളരെ നല്ലൊരാളായിട്ടൊക്കെ നിൽക്കുക. പക്ഷെ ഇവിടെ എല്ലാം തകർന്ന മട്ടിലാണ് ഇരിക്കുന്നത്. അവർ കരഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. സോ അവരുടെ ആ ഒരു ഇമേജ് തന്നെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ആൻഡ് ഇവിടെ നേരത്തെ ടവർ കാർഡ് ഞാൻ പറഞ്ഞു, അവർക്ക് പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ മാറ്റങ്ങളാണ് വരുന്നത്. ഓക്കെ, അതിന് ചില ഇഷ്യൂസ് വന്നു കാണാം. ഓക്കെ, അവർ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. ഓക്കെ, അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ദറ്റ് എന്തൊക്കെയോ അവർ ഐ തിങ്ക് അവരുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ കരുതിയിരുന്നു അവർ. ഓക്കെ, ദറ്റ് ഇപ്പോൾ അവർ മേ ബി അവർ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുത്താൽ, ഇപ്പോൾ ഈവൻ മാരീഡ് ആണെങ്കിൽ ആ മാരേജിൽ അവർ പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ വളരെ എല്ലാം സന്തോഷമായിട്ട് പോകുമെന്ന് കരുതി കാണും. പക്ഷെ അതിൽ വന്നത് മുഴുവൻ കോൺഫ്ലിക്ട്സും കാര്യങ്ങളും ഓക്കെ, ആൻഡ് ഇവരുടെ തകർച്ചയും ഡെത്തും ട്രാൻസ്ഫോർമേഷനും എല്ലാം നഷ്ടപ്പെടലും ഒക്കെയാണ്. സോ അവർക്ക് തിരിച്ചറിയുന്നുണ്ട് ദറ്റ് അവർ ചെയ്ത തെറ്റുകൾ, അവർ ചെയ്ത മിസ്റ്റേക്സ് അവർ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, ആ ഒരു അവരെന്താണോ നല്ലത് എന്ന് വിചാരിച്ചത്, നമ്മൾ എന്താ എനിക്കിപ്പോൾ പറയാൻ തോന്നിയത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയില്ലേ, അല്ലെങ്കിൽ അവർ പ്രയോറിറ്റി കൊടുത്തത് അതെല്ലാം തെറ്റായ സ്ഥലങ്ങളിലായിരുന്നു എന്ന രീതിക്കൊക്കെ അവർക്ക് മനസ്സിലാവും. സോറി, ഇത് മുഴുവൻ മെസ്സപ്പായി. ഓക്കെ, ഇവിടെ 10 ഓഫ് കപ്സ് അഗൈൻ ഫാമിലി കാർഡ്, അവരുടെ റെസ്പോൺസിബിലിറ്റി ഞാൻ പറഞ്ഞു. ഓക്കെ, ആ ഫാമിലി റെസ്പോൺസിബിലിറ്റി അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ വിചാരിച്ചത് ഓക്കെ ഞാനത് ചെയ്യേണ്ടതാണ്, സോ അതിലേക്ക് ഞാൻ പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന രീതിക്ക് അവർ ചിന്തിച്ചിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പോൾ അവർ ഇവിടെ കിങ് ഓഫ് സോർഡ്സ് എന്ന ജിയിലേക്കാണ് വന്നിട്ടുള്ളത്. സോ അവിടെ ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് വരുന്നതായിട്ടും ഓക്കെ അവർ സ്ട്രോങ് ഡിസിഷൻ എടുക്കേണ്ട സമയമാണ് ഇപ്പോൾ വരുന്നത്. ഓക്കെ, കാരണം അവർക്കറിയാം ഇനി ഇതേപോലെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ടവറും ഡെത്തും ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറിയോ, ഇതിന് ശേഷം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഓക്കെ നിങ്ങൾ അവനവനെ മാറ്റിയേ പറ്റൂ എന്നുള്ളൊരു ലെവലിലേക്ക് എത്തും. ഓക്കെ, നിങ്ങൾ അവനവനെ തിരിച്ചറിയാനുള്ള ഒരു സമയമാണ് എന്നാണ്. ഓക്കെ, നിങ്ങൾ എന്താണോ ആദ്യമൊക്കെ വിചാരിച്ച് വെച്ചിരുന്നത് അതെല്ലാം തെറ്റാണ് എന്നുള്ള ചില റിയലൈസേഷൻസ് വരുന്ന സമയമാണ് ഈ ഡെത്തും ടവർ കാർഡും ഒക്കെ വന്നു കഴിഞ്ഞാൽ. ഇതൊക്കെ മേജർ ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. സോ യെസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ മേജർ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. അവർക്ക് തിരിച്ചറിയുന്നുണ്ട് അവരെ ശരിക്കും സന്തോഷങ്ങൾ എവിടെയാണ്, ഓക്കെ എന്താണ് അവരെ യുനോ വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ ദം എന്ന് പറയാം. ഓക്കെ, അവർക്ക് ശരിക്കും നല്ലത് എന്താണ് എന്നുള്ളതൊക്കെ അവർ തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇപ്പം അവരുടെ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നുണ്ട്. മേ ബി നിങ്ങളോട് ഓപ്പണായിട്ട് അവർ തുറന്ന് പറയുന്നുണ്ടാവില്ല. സോ വിട്ടേക്കാം, നമ്മൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അവരുടെ ലൈഫിൽ അത് അവർ സോൾവ് ചെയ്യാനുള്ളതാണ്, അവരുടെ കർമ്മയാണ്. പക്ഷേ ഇതൊക്കെ കർമ്മയുടെ കാർഡ് നമ്മൾ പറയും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ കർമ്മയാണ്. സോ കർമ്മ അനുഭവിക്കേണ്ട സമയമാണ്, അവർ തിരിച്ചറിയേണ്ട സമയമാണ്. കർമ്മ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അവർ വളരെ വിഷമിക്കണം അങ്ങനെയല്ല പറയുന്നത്. ബട്ട് അവർ ആ വിഷമത്തിൽ നിന്ന് കടന്നു വരുമ്പോഴേ അവർക്ക് അറിയുള്ളൂ. യെസ്, ചില വേദനകൾ അവർക്ക് കിട്ടുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ എന്താണ് അവർ ചെയ്തതിൽ തെറ്റുകൾ എന്തൊക്കെയാണ്, അവരുടെ ഭാഗത്ത് എന്തൊക്കെയാണ് പറ്റിയിട്ടുള്ള എല്ലാം. ഓക്കെ, അല്ലെങ്കിൽ അവരെന്തിനാണോ നല്ലത് എന്ന് വിചാരിച്ചത് അതിൽ വരുന്ന മിസ്റ്റേക്സ് എല്ലാം അവർ മനസ്സിലാക്കേണ്ട സമയമാണ്. ഓക്കെ, ഇവിടെ ക്വീൻ ഓഫ് പെന്റക്കിൾസ് പറഞ്ഞാൽ അവർ
നിൽക്കും, ഫാമിലിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യണം, അങ്ങനത്തെ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ടായിരുന്നു അവർ നിന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് തിരിച്ചറിയുന്നുണ്ട് ആ ചെയ്തെല്ലാം വേസ്റ്റ് ആണ്, അല്ലെങ്കിൽ അവിടെ കുറേ മിസ്റ്റേക്സ് അവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിട്ടുണ്ട്, അവർ ആർക്കാണോ പ്രയോറിറ്റി കൊടുത്തത് അതൊക്കെ തെറ്റിയിട്ടുണ്ട് എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതിനിവിടെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഇവിടെ ആക്ച്വലി മുന്നോട്ട് പോകുമ്പോൾ ഐ സി സൺ ആൻഡ് 6 of Swords. ഓക്കെ, ഇത് രണ്ടും പറയുന്നത് നമുക്ക് മുന്നോട്ടൊരു നല്ല ഫ്യൂച്ചർ എന്ന രീതിക്കാണ് പറയുന്നത്. ആ പേഴ്സൺ ക്ലാരിറ്റിയിലേക്ക് വരികയാണ് ഒന്നാമത്. ഓക്കെ, അവർ ആ ഒരു എന്താ പറയുക, അവർ തിരിച്ചറിവുകൾ ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ തുടങ്ങുകയാണ്. ഓക്കെ, അവർ അവനവനാണ് മാറുന്നത്, അവർ സ്വയമാണ് മാറുന്നത്. പല കാര്യങ്ങളും തിരിച്ചറിയണം അവർ. ആ തിരിച്ചറിവ് അവർക്ക് വരുമ്പോൾ ഒരു അവരവരുടെ ഹാപ്പിനെസ് തേടി മുന്നോട്ട് വരുമെന്ന് പറയാം. ഓക്കെ, ആ ഹാപ്പിനെസ് നിങ്ങളുടെ കൂടെയാണ്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ ഏത് തരത്തിൽ നമ്മൾ എടുക്കണം എന്നുള്ളത് മേ ബി മാരേജ് പ്രപ്പോസൽ ആയിരിക്കാൻ പറ്റുന്നവർക്ക്, അല്ലാത്തവർക്ക് മേ ബി അവർ ഫാമിലിയെ ലൈക്ക് ഓക്കെ ഇനിയിപ്പോൾ സോറി ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ പറയാറില്ല കൂടുതലും. ഇനി ഡൈവേഴ്സോ അങ്ങനെയോ എന്തെങ്കിലും നടന്ന്, കാരണം ഇവിടെ മേജർ എൻഡിങ്സ് ആണ് എനിക്ക് കാണുന്നത്. 2 കാർഡ് ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്, ടവർ ആൻഡ് ഡെത്ത് ഒന്നിച്ച് വന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി മേജർ ട്രാൻസ്ഫോർമേഷൻസ് എല്ലാവർക്കും ഇതുപോലെ നടക്കണമെന്നില്ല. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും ശരിക്കും അവർ ഡൈവേഴ്സോ അല്ലെങ്കിൽ എൻഡിങ്സോ അങ്ങനത്തെ കാര്യങ്ങൾ കാണാം. ഈവൻ ഫാമിലിയെ എതിർത്ത് നിങ്ങളെ വന്ന് ചൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ ഒരു മാറ്റം സംഭവിച്ചിട്ട് അവർ നിങ്ങളുമായിട്ടൊരു മുന്നോട്ട് നല്ല രീതിക്ക് പോകണം എന്ന ഒരു പ്ലാൻ ചെയ്യും. ഓക്കെ, നിങ്ങൾ തമ്മിൽ പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാനുള്ളതെല്ലാം അവർ ചെയ്യും. കാരണം അവർ സന്തോഷം നിങ്ങളാണ്, സൺ കാർഡ് നിങ്ങളാണ് എന്ന് പറയാം. ഓക്കെ, അവരുടെ സന്തോഷം ചൂസ് ചെയ്യുന്നതായിട്ടാണ്. അവരുടെ സന്തോഷത്തിലേക്ക് നിങ്ങളെ തന്നെയാണ് കാണുന്നത് എപ്പോഴും. ഓക്കെ, എന്തായാലും അത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ അതിനുവേണ്ടി അവർ ചിലത് വിട്ടുമാറും വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുറച്ച് പേർക്ക് മേ ബി ഒരു മാരേജ് ഡൈവേഴ്സോ കാര്യങ്ങളോ നമുക്ക് കാണാം. മേ ബി കുറച്ച് പേർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല. ഓക്കെ, അവർ ഫാമിലിയിൽ അത്രത്തോളം പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും ഡൈവേഴ്സിലേക്ക് മൂവ് ചെയ്യാനോ ഫാമിലിയെ വിട്ടുമാറി നിങ്ങളെ ചൂസ് ചെയ്യാനോ ഉള്ള സാധ്യതയാണ്. അല്ലാത്തവർക്ക് നിങ്ങളെ പേഴ്സൺ അറ്റ്ലീസ്റ്റ് നിങ്ങളോട് വളരെ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാനും അവർ നിങ്ങളുടെ അടുത്ത് കുറച്ചുകൂടി സ്നേഹത്തോടെ മാറ്റങ്ങൾ കൊണ്ടുവരും. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിൽ അവർ മാറ്റങ്ങൾ കൊണ്ടുവരും തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾ തമ്മിൽ മുന്നോട്ട് കുറച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നും പറയാം. ഓക്കെ, ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ ആക്ച്വലി നമ്മുടെ ഈ മാർച്ച് 29 അടുത്ത് ന്യൂ മൂൺ നമ്മുടെ അമാവാസി വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം ശനിയുടെ ഒരു ഇത് മാറില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ശരിക്കും ഇത് മേജർ ട്രാൻസ്ഫോർമേഷൻസ്. ഇപ്പോൾ ചിലവർ പാഠങ്ങൾ പഠിക്കുന്ന സമയമാണ്. ശനി എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മ എന്ന് പറയും. കർമ്മ മാത്രമല്ല, നമ്മൾ ശരിക്കും പാഠങ്ങൾ പഠിക്കുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിലും അത് തീർച്ചയായിട്ടും അത് നടക്കുന്നുണ്ടാവും. നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും. ഓക്കെ, നിങ്ങളത് അന്വേഷിച്ച് പോകുമൊന്നും വേണ്ട. എന്താ നടക്കുന്നത് നിങ്ങൾ ചോദിക്കാൻ പോകരുത്. ഓക്കെ, പേഴ്സൺ ഇത് ഡീൽ ചെയ്യേണ്ടത് അത് അവർ തനിയെ ഡീൽ ചെയ്യേണ്ടതാണ്. ഓക്കെ, അവർ ചെയ്യട്ടെ. ഓക്കെ, സോറി ഞാൻ നിങ്ങളോടുള്ള ഫീലിങ്സ് എടുത്തില്ല, എന്തോ ഒന്ന് വിട്ടുപോയല്ലോ എന്നിങ്ങനെ ആലോചിച്ചു. ഓക്കെ, നിങ്ങളോട് ഈ ഒരു സിറ്റുവേഷനൊക്കെ അവർ ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് അവരെന്താ ചിന്തിക്കുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താ കാണുന്നത്. ഉപ്സ് സോറി, ദേ വീണ്ടും ടവർ. ഞാൻ എന്താ പറഞ്ഞത്, മേജർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ജഡ്ജ്മെന്റ് യൂണിവേഴ്സ് ചെയ്യുന്നുണ്ട്, ന്യായം ചെയ്യുന്നുണ്ട്, പേടിക്കണ്ട. ഓക്കെ, തീർച്ചയായിട്ടും അവരുടെ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഓക്കെ, കൺഫർമേഷൻ നമുക്ക് ഡബിൾ കൺഫർമേഷൻ വന്നു കഴിഞ്ഞു. അവിടെ ഇരിക്കട്ടെ. ഓക്കെ, നിങ്ങളോട് സോറി അഗൈൻ ഇത് ചാടി വന്ന 5 of Wands ആയിരുന്നു. കൺഫർമേഷൻ തന്നുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ് എനിക്ക്. ഈ 5 of Wands കാർഡ് തന്നെയാണ്. ഓക്കെ, മാരേജിൽ കുറേ പേർക്ക് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫാമിലിയിൽ പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ തൽക്കാലം പേഴ്സണെ ബുദ്ധിമുട്ടിക്കാനും നിൽക്കണ്ട. ഓക്കെ, പിന്നാലെ പോയിട്ട് ചേസ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, സോറി എൻ്റെ അല്ലാതെ. ഓക്കെ, പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പം എന്താ ചിന്തിക്കുന്നത്? വാവ്. ഓക്കെ, 2 കാർഡ് ഒന്നിച്ച് വന്നു, കുഴപ്പമില്ല. What do they feel for my first viewers? Very nice. My goodness. Sorry. എല്ലാം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ കാർഡ്സ്, സോറി ഇവിടെ ഇത് പൊക്കോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ കാർഡ്സ് തന്നെ ലൈക്ക് ഞാൻ പറഞ്ഞ വാക്കുകൾ കാർഡിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, ജസ്റ്റിസ് ആണ്. നമ്മൾ നേരത്തെ ജഡ്ജ്മെന്റ് ചാടി വന്നു. സോ എല്ലാം പറയുന്നത് കർമ്മയുടെ സമയമാണ്. ഓക്കെ, ടവർ കാർഡ് ഇവിടെ ഡെത്ത് ഓൾറെഡി വന്നിട്ടുണ്ട്. മേജർ ട്രാൻസ്ഫോർമേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്. ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു മാർച്ച് ഈ അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ ഒരു മാറ്റം നിങ്ങൾ എന്തായാലും കണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾ പക്ഷെ ചേഞ്ച് ആവണം. ഓക്കെ, ഇത് ഒരു തരത്തിൽ നിങ്ങൾക്കിത് ബാധിക്കുന്നതാണ്. എന്താ നിങ്ങളുടെ ഭാഗത്ത് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക.
നിങ്ങളുടെ വാല്യൂ വിട്ട് കളയാതെ നിങ്ങൾ നിൽക്കുക. നിങ്ങളൊരു പേഴ്സൻ്റെ പിന്നാലെ ചേസ് ചെയ്ത് പോരല്ല. അവരുടെ ലൈഫിൽ അവരെന്തോ നടന്നോട്ടെ, ഓക്കെ, അതൊക്കെ വേറെ കാര്യം. നിങ്ങളോടുള്ള സ്നേഹം അവർക്കുണ്ട്, ഓക്കെ. നിങ്ങളുമായിട്ട് പുതിയ തുടക്കമാണ് അവർ ആഗ്രഹിക്കുന്നത്, ഓക്കെ. നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അവർ, ഓക്കെ. നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വേണം അവർക്ക് ലൈഫിൽ, ഓക്കെ. അതിനുള്ള പ്ലാനിങ് അവർ ചെയ്യുന്നുണ്ട്, ഓക്കെ. 3 and 3 വന്നിട്ടുണ്ട്. സോ തേർഡ് പാർട്ടി എനർജി പറയാൻ നമുക്ക് അത് മാത്രമല്ല, പക്ഷെ ഇവിടെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളുമായിട്ട് മുന്നോട്ടൊരു സന്തോഷത്തോടെ ജീവിക്കാൻ. സൺ കാർഡ് ഞാൻ പറഞ്ഞു, ഹാപ്പിനെസ് നിങ്ങളാണ് അവരുടെ, ഓക്കെ. സ്ട്രെങ്ത് വരുന്നുണ്ട്. സോ നിങ്ങളുമായിട്ട് ബന്ധം കൂടുതൽ സ്ട്രോങ്ങർ ആവാൻ പോവുകയാണ്, ഓക്കെ. ആ ചേഞ്ചസ് നിങ്ങൾ വരും. ഇവിടെ പേഴ്സണൽ മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കമാണ് എനിക്ക് കാണുന്നത്. ഏസ് ഓഫ് വാൻസ് ആണ്, ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും ഇവിടെ, ഓക്കെ. എന്തായാലും ഉറപ്പിച്ച് വിശ്വസിച്ചോളൂ. കാരണം ഈ ഒരു ശനിയുടെ ചേഞ്ച് ഞാൻ വെറുതെ പറയുന്നല്ല, അതുണ്ട് അവിടെ, ഓക്കെ. പല പ്ലാനറ്റ്സിൻ്റെയും എന്തൊക്കെയോ മാറ്റങ്ങളും കാര്യങ്ങളും. പിന്നെ നമ്മുടെ സോളാർ എക്ലിപ്സ് ഉണ്ട്, പാർഷ്യൽ സോളാർ എക്ലിപ്സ് വരുന്നുണ്ട്. ശനിയുടെ ഇതും പറഞ്ഞു ഞാൻ. അങ്ങനെ 2-3 കാര്യങ്ങളാണ്. അമാവാസി എല്ലാം കൂടി ഇപ്പോൾ അടുത്ത ആഴ്ച അതാണ് വരാൻ പോകുന്നത്, ഓക്കെ. ഞാൻ ഐ തിങ്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊരു മെഡിറ്റേഷൻ എന്തെങ്കിലും ഇടാൻ ശ്രമിക്കാം, ഓക്കെ. സോ അതിനനുസരിച്ച് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് വരുത്തേണ്ട മാറ്റം എന്താണ്, ഓക്കെ. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പേഴ്സൻ്റെ ലൈഫിൽ നടക്കുമ്പോൾ പേഴ്സൺ നിങ്ങളോട് ന്യായം ചെയ്യും, ഓക്കെ. അവർ ന്യായം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, ഓക്കെ. അവർ നിങ്ങളുടെ അടുത്ത് പറ്റുന്നവർ, ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പേർക്ക് അവരുടെ ഫാമിലിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഡൈവേഴ്സിലേക്കോ അങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്, കുറച്ച് പേർക്ക് കേട്ടോ, വളരെ കുറച്ച്. അല്ലാത്തവർക്ക് നിങ്ങളോട് പേഴ്സൺ ന്യായമായിട്ട് ചെയ്യും. ആൻഡ് ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുമെന്നുമാണ്, ന്യായം നിങ്ങളുടെ ഭാഗത്ത് വരുമെന്നുമാണ്. യൂണിവേഴ്സ് അത് ചെയ്യും, ഓക്കെ. ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ പേഴ്സണുമായിട്ടൊരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും, ഓക്കെ. നിങ്ങളോടുള്ള ഫീലിങ്സ് യെസ് വളരെ സ്ട്രോങ് തന്നെയാണ്. അവർക്ക് ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് വേണം എന്ന് തന്നെയാണ്, ഓക്കെ. ഇത് ഇടയിൽ എടുക്കാൻ മറന്നു ആ കാര്യം, ഓക്കെ. നമുക്ക് അഡ്വൈസ് കാർഡ്സ് കൂടി എടുത്തേക്കാം കുറച്ച്. ടേക്ക് മീ ഹോം 1111, വാവ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇവിടെ 1 with self blossoming, വെരി നൈസ്, ബ്യൂട്ടിഫുൾ. 8 കാണുന്നുണ്ട്. Stability, soul merger, ebb and flow, awesome, beautiful card. Feminine twin, activating higher self, awesome. Surrender, dark night of, yes, I got it now. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ക്ലിയറിംഗ് കർമ്മ, കുണ്ടലിനി ആക്ടിവേഷൻ ആൻഡ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. നിങ്ങളുടെ പേഴ്സൺ ട്രാൻസ്ഫോർമേഷനിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓക്കെ. നിങ്ങളുടെ പേഴ്സണിൽ മാറ്റങ്ങൾ വരികയാണ്, ഓക്കെ. നിങ്ങളുടെ അടുത്ത് അധികം സംസാരിക്കുന്നില്ല, കുറച്ച് സൈലൻ്റ് ഒക്കെയാണ്, ഓക്കെ. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ചിലപ്പോൾ റിലേഷൻഷിപ്പ് വെച്ചിട്ടുണ്ടാവും, പക്ഷെ മേ ബി പഴയ പോലെ ആയിരിക്കില്ല, ഓക്കെ. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താ ഇവർക്ക് പറ്റിയത്, എന്നെ വിട്ട് പോവാണോ എന്നായിരിക്കും നിങ്ങൾ തോന്നുന്നത്. ഒരിക്കലുമല്ല, അവർ റിയലൈസേഷൻസ് വരാണ്, ഓക്കെ. നിങ്ങൾ ആക്ച്വലി ശരിക്കും സോൾ കണക്ഷൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ, ഓക്കെ. ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ കുറച്ച് ട്വിൻ ഫ്ലെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഓക്കെ. ട്വിൻ ഫ്ലെയിംസ് വളരെ റെയർ ഒരു ക്യാരക്ടർ, ഒരു വേറെ റെയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് കൂടുതൽ പറയാത്തത്. ബട്ട് എന്നാലും ഉണ്ടാവാം ആരെങ്കിലും ഒക്കെ, ഓക്കെ. മേ ബി ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. സോ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ കടന്നു പോവാണ് നിങ്ങളുടെ പേഴ്സൺ. അവരുടെ ലൈഫിൽ മേജർ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. അവർ ചില റിയലൈസേഷൻസ് വരുന്നുണ്ട്, അവർ ചില പാഠങ്ങൾ പഠിക്കുന്നുണ്ട്, ഓക്കെ. അത് അവർക്ക് ആവശ്യമാണ്, അവരുടെ ഗ്രോത്തിന് ആവശ്യമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പും അതിൻ്റെ ആ ട്രാൻസ്ഫോർമേഷൻ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ബന്ധം സ്ട്രോങ്ങർ ആവും, ഓക്കെ. സോ നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളുടെ ഭാഗത്തു നിന്നായാലും കർമ്മ ക്ലിയറിംഗ് ഉണ്ടാവും, ഓക്കെ. നിങ്ങളും കർമ്മ ക്ലിയർ ചെയ്ത് പോവുമായിരിക്കും. സോ അതിൻ്റെയും ഗുണമാണ്, വെരി ഗുഡ്, അത് ആവശ്യമാണ് ഇവിടെ, ഓക്കെ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പേഴ്സണിനെ പിന്നാലെ ചേസ് ചെയ്തൊക്കെ പോകാതിരിക്കുക. നിങ്ങൾ സെൽഫ് ലവിൽ വന്നിട്ടുണ്ടാവാം, ഓക്കെ. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക, സെൽഫ് ലവിലേക്ക് വരിക. പേഴ്സണിനെ ചേസ് ചെയ്ത് പോലല്ല, സ്നേഹിക്കണം, വേണ്ടെന്നല്ല, എന്താ പറയുക, അൺകണ്ടീഷണലി സ്നേഹിക്കുക. തിരിച്ചൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ അവർ പിന്നാലെ ചേസ് ചെയ്ത് പോകലല്ല, ഓക്കെ. മനസ്സിലാക്കുക. ആൻഡ് ഇവിടെ പാത്ത് വേ ടു ട്രൂ ലവ് ഓപ്പൺ ആവുന്നുണ്ട്, ഓക്കെ. നിങ്ങൾക്ക് വേണ്ടി ട്രൂ ലവിനുള്ള വഴികളാണ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പേഴ്സണൽ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വരണം, നിങ്ങളുടെ കർമ്മകൾ തീരണം എന്ന രീതിയിലാണ്. അത് കർമ്മ തീരുമ്പോൾ നിങ്ങൾക്ക് ഒന്നിക്കാനുള്ള ഒരു സാധ്യതയാണ്. സോ ഇവിടെ ആക്ടിവേറ്റിംഗ് ഹയർ സെൽഫ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓക്കെ. ഇവിടെ വ്യൂ ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ ഫെമിനൈൻ എനർജീസിലുള്ള ആൾക്കാർ, ഈവൻ മാൻ ആയാലും, ഓക്കെ. നിങ്ങളുടെ ഫെമിനൈൻ, കാരണം നിങ്ങളാണ് ഇവിടെ ആക്ടിവേറ്റ് ആയിരിക്കുന്ന ആദ്യം, ഓക്കെ. നിങ്ങളാണ് ഒരു ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്നതും അതിനെ കെയർ ചെയ്യുന്നതും നിങ്ങളാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഫെമിനൈൻ എന്ന് വിളിക്കുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ആക്ടിവേറ്റിംഗ് ഹയർ സെൽഫ്, ഓക്കെ. നിങ്ങൾ കൂടുതൽ മെച്യൂർഡ് ആവുക, ഓക്കെ. നിങ്ങൾ ബോൾഡ് ആവുക, ഓക്കെ. നിങ്ങൾ അവനവനെ തിരിച്ചറിയുക, നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരിക, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക എന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം, ഓക്കെ. ആൻഡ് 1 with യെസ്, ഓക്കെ. നിങ്ങൾ അവനവനെ തിരിച്ചറിയുക, ഒന്നാമത്തെ കാര്യം. സെൽഫ് ലവ് ചെയ്യുക ആൻഡ് ബ്ലോസമിങ്, നിങ്ങൾ ബ്ലോസം ആവുക എന്ന് മാത്രമല്ല നിങ്ങൾ അവനവനിൽ ഹാപ്പി ആവുക, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ വേറെ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് അതേപോലെയുള്ള ഒരു എനർജിയിൽ ഇങ്ങോട്ട് വരൂ, ഓക്കെ.
ആൻഡ് സോൾ മെർജിങ്, യെസ്, നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾ കണക്ഷൻ ആണ്, നിങ്ങൾ തമ്മിലൊരു യൂണിയൻ എനിക്കിവിടെ കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പേഴ്സൻ്റെ ലൈഫിൽ നടക്കുന്ന ചില മാറ്റങ്ങൾ, ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ഈ ഒരു യൂണിയനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ വളരെ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഞാൻ ഇതിനെയൊക്കെ കുറിച്ച് ഞാൻ പിന്നെ ഒരു വേറെ ഒരു റീഡിംഗ് ആയിട്ട് ഇടാം. ഓക്കെ, ട്വിൻ ഫ്ലെയിംസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം. എന്തായാലും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഇപ്പോൾ തൽക്കാലം പേഴ്സണെ ചേസ് ചെയ്യാൻ പോകരുത്. ഓക്കെ, അവരുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ അവരെ വിട്ടേക്കാം. ഓക്കെ, അവർ പഠിച്ച് വരട്ടെ, ലെസനൊക്കെ പഠിച്ച് വരട്ടെ. ഓക്കെ, എല്ലാവരും അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ നമുക്ക് നാളെ കാണാം.